അല്ല, ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ മാസം 17-ാം തീയതി ഒപ്പിട്ട മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് 14 പോയിന്റുകൾ ഉള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നത് തന്നെയായിരുന്നു. യുദ്ധം തുടങ്ങിയത് മറ്റാവശ്യങ്ങൾ വെച്ചുകൊണ്ടൊക്കെ ആണെങ്കിലും അവസാനം അതൊന്നും നേടാൻ കഴിയാതെ വന്നപ്പോൾ ഇനി എങ്ങനെങ്കിലും ഹോർമുസ് കടലെടുക്ക് തുറന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് അമേരിക്ക വന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അവർ കരാർ ഒപ്പിട്ടു. കരാർ ഒപ്പിട്ടതിൽ 14 പോയിന്റുകളിൽ 5-ാമത്തെ പോയിന്റ് ആയിരുന്നു ഹോർമുസ് കടലിടുക്കിന്റെ തുറക്കലും അത് ആരെ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളെ സംബന്ധിച്ചുള്ളത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇറാന്റെ നേതൃത്വത്തിൽ ഈ ചർച്ചകൾ നടത്തി 60 ദിവസം ഈ കപ്പലുകൾ നടന്നു പോകുന്നതിനുള്ള ഒരു അവസരം നൽകണമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ സംഭവിച്ചത് ഇറാൻ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഇടപെടൽ ഈ ഈ അതിനകത്ത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു കുത്തിത്തിരിപ്പ് അതിനകത്ത് ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? അവർ പറഞ്ഞത് ഈ ഇറാന്റെ നിയന്ത്രണത്തിൽ ഈ കപ്പലുകൾ പോകുന്നതിന് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന് പറയുകയും, നമുക്കെല്ലാവർക്കും അറിയാം യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഈ യഥാർത്ഥ പാത, ഈ കപ്പലുകൾ കടന്നു പോയിക്കൊണ്ടിരുന്ന മധ്യഭാഗത്തുള്ള പാതയിലെല്ലാം ഇറാൻ മൈനുകൾ വിതരണം ചെയ്തിരുന്നു. അങ്ങനെ മൈനുകൾ ഇട്ടതുകൊണ്ട് ഇറാന്റെ തീരത്തോടു കൂടിയിട്ട് കപ്പലുകൾ പോകണമെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. എന്നാൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ ഒമാന്റെ ഭാഗത്തോടു കൂടിയിട്ട് കപ്പലുകളെ അയക്കാൻ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സംഘർഷം ഉണ്ടായത്. അങ്ങനെ കപ്പലുകൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവർ പറഞ്ഞു, ഇത് പിന്നെ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ 5-ാമത്തെ പോയിന്റിന്റെ ലംഘനമാണ്, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് മുഖവിലക്കെടുക്കാതെ വീണ്ടും കപ്പലുകളെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോഴാണ്, ഈ വാണിങ്ങിന് ശേഷം അവർ വീണ്ടും തുറന്നപ്പോഴാണ് ഈ കപ്പലുകൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തിയത്. അങ്ങനെയാണ് വീണ്ടും ഈ സംഘർഷങ്ങളിലേക്ക് ഈ അമേരിക്കയും ഇറാനും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ അങ്ങനെ അതിനെ തുടർന്ന് കുറച്ചു ദിവസം വീണ്ടും ആക്രമണം നടന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചു, സംഘർഷങ്ങൾ ശക്തമായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇറാനെതിരെ അമേരിക്ക യുദ്ധം ആരംഭിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം 4 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇറാന്റെ ആണവ പദ്ധതി, ഇറാൻ പിന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഇറാൻ പിന്നെ ഹമാസ് ഹൂതികളെ സഹായിക്കുന്നു മുതലായ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് യുദ്ധം ആരംഭിച്ചത്. എന്നാൽ അതൊന്നും ഈ വളരെ ശക്തമായി 2 രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും ലോകത്തെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇസ്രായേലും ചേർന്ന് 40 ദിവസം നിരന്തരമായി ആക്രമണം നടത്തിയ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും നശിപ്പിച്ചതിന് ശേഷവും എന്തുകൊണ്ടാണ് അവർ സമാധാന കരാറിലേക്ക് വന്നത്? അവർ യുദ്ധം നടത്തിയിട്ടും അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് അടച്ചതിലൂടെ ലോക സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുന്നു എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞപ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞതിന് ശേഷവും വീണ്ടും ഈ അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയ ലോജിക്ക് എന്താണ്? അപ്പൊ നമ്മൾ ഈ വീണ്ടും ഈ ഉപയോഗിച്ചിട്ടും നമുക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കാത്ത ഒരു രീതി വീണ്ടും ആവർത്തിച്ചാൽ വ്യത്യസ്തമായ ഫലം ലഭിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എങ്ങനെയെങ്കിലും ഇവരെ സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിയത്. അപ്പൊ അവിടെ അവർ വീണ്ടും പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴാണല്ലോ നമുക്കറിയാം, ഇപ്പൊ ഈ വാർത്തകൾ വരുന്ന എന്താണ്, അവരുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട മിസൈലുകൾ, പേട്രിയറ്റ് മിസൈല്, ടോമഹാക്ക് മിസൈലുകൾ, താഡ് മിസൈലുകൾ, ഇതെല്ലാം പിന്നെ അതിന്റെ എല്ലാ സംഭരണത്തിനുണ്ടായിരുന്ന മുഴുവൻ 80%, 90%, 50% ഒക്കെയായി കുറഞ്ഞിരിക്കുന്നു. ഇനിയൊരു യുദ്ധം നടത്തിയാൽ ആ യുദ്ധത്തിൽ പ്രതിരോധിക്കാനുള്ള ശേഷി പോലും അമേരിക്കയ്ക്കില്ല എന്നുള്ള അവസ്ഥ വരെ എത്തി. അങ്ങനെ അവസ്ഥ എത്തിയപ്പോഴാണ് ഇനി യുദ്ധം തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ കരാറിലേക്ക് വരണം എന്ന് പറയുന്നത്. ആ കരാറ് ഇപ്പോ നമുക്കറിയാം, പിന്നെ ഒരു ഭാഗത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും മറ്റും ശേഖരിക്കാൻ പോകുന്ന കപ്പലുകൾ ഇറാന്റെ ഭാഗത്തേക്കും പുറത്തേക്ക് വരുന്ന ഒമാന്റെ ഭാഗത്തേക്കും പോകണമെന്നുള്ള നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നതെങ്കിലും ഇറാൻ അത് അംഗീകരിച്ചിട്ടില്ല. ഇതുവരെ ഇറാൻ അക്കാര്യം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചകൾ നടക്കുകയാണ്. അതുകൊണ്ട് ഈ നേരത്തെ പിന്നെ ജൂൺ 17-ന് ഒപ്പിട്ട മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ 5-ാമത്തെ പോയിന്റ് പറയുന്നത് പോലെ ഈ തൽക്കാലം ഈ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്ന ഒരു 10-60 ദിവസം ഈ കാര്യങ്ങൾ പിന്നെ സമാധാനത്തിലേക്ക് വരുന്നത് വരെ ഇറാന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും കരാർ ഒപ്പിടുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം അമേരിക്കയ്ക്ക് ഇനി യുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള നീക്കമാണ്. ഇസ്രായേല് ഒരു കാരണവശാലും ഈ യുദ്ധം അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമല്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഒക്ടോബർ മാസം അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പോ ഈ യുദ്ധം അവസാനിക്കുകയും ഇറാന്റെ ആവശ്യങ്ങൾക്ക് കീഴടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തിരിച്ചടിയാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ സമാധാനത്തിലേക്ക് വന്നാൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടക്കാനുള്ള സാധ്യതയും നമ്മൾ കാണണം. അതെ, അതോടൊപ്പം തന്നെ ഈ സമാധാന ചർച്ചകളൊക്കെ ഒരു വശത്തുകൂടി നടക്കുമ്പോൾ ഈ US ഇറാന് നേരെ നടത്തിയിട്ടുള്ള വീണ്ടും ഒരു പ്രതികാര നടപടി എന്നോണം നടത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വീണ്ടും ആക്രമിക്കുമെന്നുള്ളൊരു ഭീഷണിയൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ തിരിച്ചു നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നുവെന്ന് തന്നെയാണ് ഇറാനും വ്യക്തമാക്കുന്നത്. ഈ രീതിയിൽ ഈ സമാധാനം അല്ലെങ്കിൽ ഈ സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടയിലുള്ള ഈ വീണ്ടുമുള്ള ഭീഷണികൾ ഇത് കാര്യങ്ങൾ കുറെ കൂടെ കുഴപ്പത്തിലാക്കുമോ? അല്ല, രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ട്, ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇറാന് പുറമെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഗൾഫിന്റെ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ഈ ഇറാനെതിരായി വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇനി യുദ്ധം നടത്താൻ പാടില്ല, ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയാണ് തകർക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അദ്ദേഹം ആ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോ ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ നാശം നികത്തുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അപ്പൊ അങ്ങനെ അതായത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഇറാനെതിരെ നടത്തിയ യുദ്ധമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്ക്, ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകുന്നില്ല, മറിച്ച് നാശമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പറയും, ഇപ്പൊ ഇവിടെ ഈ ട്രംപിനെ കളിയാക്കിക്കൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട്, ട്രംപിന് വാസ്തവത്തിൽ ഒരു സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുക്കണം, കാരണം അദ്ദേഹം 8 തവണ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു തവണ യുദ്ധം ഞാൻ നിർത്തുക എന്ന് പറയുക, വീണ്ടും യുദ്ധം അതിശക്തമായിട്ട് ആരംഭിക്കുക, ഈ തരത്തിൽ യാതൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത, ഇപ്പൊ ആൾക്കാർ പറയും കൺസിസ്റ്റന്റ്ലി ഇൻകൺസിസ്റ്റന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ഈസ് കൺസിസ്റ്റന്റ്ലി ഇൻകൺസിസ്റ്റന്റ്, സ്ഥിരമായി അസ്ഥിരത പ്രകടിപ്പിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അത്തരമുള്ള യാതൊരു സ്ഥിരതയും നയകാര്യങ്ങളിലും ഒന്നും ഇല്ലാത്ത അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയുള്ള ഒരാള് അധികാരത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.